കാര്യവട്ടം കോളേജിലെ റാഗിംഗ് കേസിൽ 7 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. ബയോടെക്നോളജി 1-ാം വർഷ വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് നടപടി. പ്രതികൾക്കെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളായ വേലു, പ്രിൻസ്, അനന്തൻ, പാർത്തൻ, അലൻ, ശ്രാവൺ, സൽമാൻ എന്നിവർക്കെതിരെയാണ് നടപടി. ബയോടെക്നോളജി 1-ാം വർഷ വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് നടപടി. കോളേജിൽ നടന്നത് റാഗിംഗ് ആണെന്ന് ആന്റി റാഗിംഗ് സെൽ കണ്ടെത്തിയിരുന്നു. ഫെബ്രുവരി 11-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സീനിയർ വിദ്യാർത്ഥികൾ തന്നെ SFIയുടെ യൂണിറ്റ് റൂമിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് അതിക്രമത്തിന് ഇരയായ ബിൻസ് ജോസ് വെളിപ്പെടുത്തിയിരുന്നു. വെള്ളം ചോദിച്ചപ്പോൾ തുപ്പിയ ശേഷം കുപ്പിവെള്ളം നൽകിയതായും ബിൻസ് പറയുന്നു. എന്നെ മുട്ടുകുത്തിയിരുത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റേ ക്രിക്കറ്റിൻ്റെ സ്റ്റമ്പൊക്കെ പിടിച്ചു വെച്ചിട്ട് എന്നെ അടിക്കുമെന്നാണ് പറഞ്ഞത്. ഇരുന്നില്ലെങ്കിൽ അടിക്കുമെന്ന് പറഞ്ഞ് എന്നിട്ട് ഒരടി തന്നു, കവലത്തൊരടി തന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ചോദിച്ചു, തൊണ്ടാണ്ട് വെള്ളം ചോദിച്ചപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയിട്ട് വെള്ളം ഒരു ചാട്ടം ഇങ്ങനെ പാവല്ലേ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു കുപ്പി വെള്ളം കൊണ്ട് തന്നു. അങ്ങനെ അത് വേലെന്ന് പറഞ്ഞാൽ പകുതി കളഞ്ഞിട്ട് വാണ്ട് തുപ്പി വായിക്കത്തെടുത്ത് തുപ്പിക്കിട്ട് ലാസ്റ്റ് വന്നത് വായ കൊണ്ട് എടുത്തിട്ട് തുപ്പി ഇട്ടാണ് എനിക്ക് കുടിക്കാൻ തന്നത്. ഞാനാണെങ്കിൽ കുടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പകുതി കുടിച്ചിട്ട് തുപ്പാൻ വേണ്ടി വന്നപ്പോൾ തുപ്പിയ അടിക്കുമെന്ന് പറഞ്ഞ് തലയടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞ്. തുടർന്നാണ് ബിൻസ് കഴക്കൂട്ടം പോലീസിനും കോളേജ് പ്രിൻസിപ്പലിനും പരാതി നൽകിയത്. കമ്മിറ്റിയുടെ കണ്ടെത്തലിൽ പ്രിൻസിപ്പൽ കഴക്കൂട്ടം പോലീസിന് റിപ്പോർട്ട് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോളേജ് പ്രിൻസിപ്പൽ 7 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ പ്രതികളായ 7 സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് കഴക്കൂട്ടം പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.